രണ്ട് കാര്യങ്ങളാണ് ഈ ഭൂമിക്ക് ക്രമം കൊടുക്കുന്നത്. ഇന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ഒരു താളമില്ലെങ്കിൽ, ഒരു ക്രമമില്ലെങ്കിൽ, ഭംഗിയില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിനൊരു ഭംഗിയില്ലെങ്കിൽ, ഒരു കൊച്ച് അപ്പൻ്റെ ഒക്കത്തിരുന്നിട്ട് പറയുകയാണ്, അപ്പ ഷൈജുവിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, ബിനുവിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, അതുപോലെ ബൈജുവിൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രം സമാധാനമില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ താളമില്ല, അവിടെ ശൂന്യമാണ്, പാഴാണ്, ക്രമമില്ല, അവിടെ അടിമത്തമാണ്. അപ്പം ഇങ്ങനെയുള്ള വീട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അനാദിയിൽ ഭൂമി കിടന്നതുപോലെ ശൂന്യമായും പാഴായും പതിരായും കിടക്കുന്ന ഈ ഭൂമിയുടെ മേൽ രണ്ട് കാര്യങ്ങളാണ് പ്രവർത്തിച്ചത്. ഒന്ന്, ആഴത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ചൈതന്യം, ആ വാക്ക് റൂഹ്, റൂഹ എന്ന വാക്കാണ്. റൂഹ, ചൈതന്യം. ചൈതന്യം നമ്മൾ പറഞ്ഞാൽ അതന്നെ ചൈതന്യം, അതിനൊന്നുമില്ല. എന്നാൽ ശരിക്കുള്ള വാക്ക് അതെന്നറിയാമോ? വെള്ളത്തിന് മുകളിൽ ദൈവത്തിൻ്റെ റൂഹ ചലിച്ചുകൊണ്ടിരുന്നു. ഹോവർ ഓവർ, കഴുകൻ വട്ടമിട്ട് പറക്കുക, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് റൂഹ വട്ടമിട്ട് പറന്നിരുന്നു. ഈ റൂഹായാണ് പെന്തക്കോസ്തിയിൽ ജെറുസലേമിൽ സെഗിയോൻ മാളികയുടെ മീതെ വട്ടമിട്ട് കറങ്ങിയത്. ഈ റൂഹായാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ റൂഹായാണ് അപ്പസ്തോല പ്രവർത്തന 2-ാം അധ്യായത്തിലെ പെന്തക്കോസ്തിയായി ആഞ്ഞടിച്ചത്. ഇത് എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ റൂഹ. നമുക്ക് മീതെ ഈ ആത്മാവിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ റൂഹ, മൈറ്റി വിൻഡ്, കൊടുങ്കാറ്റ്, ദൈവത്തിൻ്റെ കാറ്റ്. യോഹന്നാൻ 3-ൽ ഈശോ പറയും, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. പരിശുദ്ധാത്മാവാണ് ഈ കാറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രൂപമില്ലാത്ത, ഭംഗിയില്ലാത്ത, ചൈതന്യമില്ലാത്ത, അഴകില്ലാത്ത, താളമില്ലാത്ത, ക്രമമില്ലാത്ത ഭൂമിയുടെ മേൽ ചലിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, ഈ ഭൂമിക്ക് ഒരു രൂപം വരാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, റൂഹ ചലിച്ചുകൊണ്ടിരുന്നു. 2, ദൈവം അരുളി ചെയ്തു. ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിളിക്കും അച്ഛൻ്റെ വാക്ക്. അരുളി ചെയ്തു, ദൈവം ഉച്ചരിച്ചു, ദൈവം ഒരു വാക്ക് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം. ശൂന്യമായി കിടന്ന, പാഴായി കിടന്ന, രൂപമില്ലാതിരുന്നൊരു ഭൂമിയെ രൂപമുള്ളതാക്കി, ഭംഗിയുള്ളതാക്കി മാറ്റിയത് 2 കാര്യങ്ങളാണ്. ഒന്ന് റൂഹായുടെ കാറ്റ്, 2 വചനത്തിൻ്റെ ശക്തി. ഈ 2 കാര്യങ്ങൾ കുടുംബത്തിലേക്ക് വന്നാൽ ഏത് രൂപമില്ലാത്ത, ഭംഗിയില്ലാത്ത കുടുംബവും മനോഹരമായിട്ട് മാറും. വചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ കാറ്റും ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് ആഞ്ഞടിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.